ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ക്യാപ്സിക്കം ഒക്കെ ഇട്ടിട്ടുള്ള ഒരു നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുത്തു. സ്പൈസസ് ആയിട്ട് പെരുംജീരകം, ചെറിയ ജീരകം, സ്റ്റാർ, പട്ട, അതുപോലെ ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ് എല്ലാം എടുത്തിട്ടുണ്ട്. ഒന്ന് എണ്ണ ലൈറ്റായി ചൂടാക്കി അതിലെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ ഒരു മണം എണ്ണയിലേക്ക് ഇറങ്ങി വരാനായിട്ടാണ്. ഒന്ന് ലൈറ്റായി ചൂടാക്കിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ നല്ല ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. അതൊന്ന് മൂത്ത് അതിൻ്റെ ഒരു ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി യോജിപ്പിച്ച് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു 2 സവാള ഇതുപോലെ പൊടിയായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് വഴറ്റി യോജിപ്പിച്ചെടുക്കാം. ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ കറി നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും അതുപോലെ പൊറോട്ടൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. സാധാരണയുള്ള ചിക്കൻ കറിയിൽ നിന്ന് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അതുപോലെ വെളുത്തുള്ളി ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പൊടിയായി അരിഞ്ഞ ഒരു 2 തക്കാളി, മീഡിയം സൈസ് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഫുഡ് കഴിക്കുമ്പോൾ അവിടെ ചിക്കനും ക്യാപ്സിക്കും ഒക്കെ ഇട്ടിട്ടുള്ള ചിക്കൻ കറി കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റായിരിക്കും നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന ഈ ചിക്കൻ കറിക്കും. അതുപോലെ ഇതിൽ മസാലയായിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മസാലേൻ്റെ കൂട്ടാണ് ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നത്. അതായത് നമ്മളുടെ സ്പൈസസ് എല്ലാം ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ബേ ലീഫ്, കുരുമുളക്, തക്കോലം, അതുപോലെ പെരുംജീരകം, ചെറിയ ജീരകം ഇതെല്ലാം ചൂടാക്കി പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ എക്സ്ട്രാ ആയിട്ട് പൊടികളൊന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഇതൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അതായത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച പൊടി, അതുപോലെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് ചേർത്ത് യോജിപ്പിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ തിളച്ച് പാകമായി വരുമ്പോൾ ചിക്കൻ കട്ട് ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ കൂടി ഇതിലേക്ക് ഓരോന്നോരോന്നായി ചേർത്ത് കൊടുക്കാം. അതുപോലെ അധികം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഒന്ന് ചിക്കൻ കുക്കായി കിട്ടുമ്പോൾ തന്നെ അതിലുള്ള വെള്ളം ഇങ്ങനെ വരുമല്ലോ. ഇനി ആവശ്യമായിട്ടുള്ള ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ അടച്ച് വെച്ച് നമ്മൾ വേവിച്ചിട്ടുണ്ട്. ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ കറി ഏകദേശം ആവാനായിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഒന്നുകൂടി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ചിക്കൻ കറി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവസാനം കുറച്ച് മല്ലിയില കൂടി തൂവിക്കൊടുത്താൽ നമ്മുടെ ക്യാപ്സിക്കം വിത്ത് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്.